നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിതന്ത്രി. മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ വന്ന ഏറെ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനമായ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ തന്ത്രി എന്നാൽ പൂജിക്കപ്പെടേണ്ട ആളല്ലേ നമ്മളെല്ലാവരും? തന്ത്രി എന്നാൽ ആ വിഗ്രഹത്തിൻ്റെ പിതാവല്ലേ? അദ്ദേഹമല്ലേ അതിൻ്റെ പരമാധികാരി എന്നൊക്കെയാണ് ചോദ്യം. ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്ത്രശാസ്ത്രത്തിൻ്റെ നിർവചനമാണ് തന്ത്രി. അതായത് തന്ത്രശാസ്ത്രം, കുഴിക്കാട് പച്ച, സപരിവാര പൂജ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ പൂർവകാലത്ത് രചിക്കപ്പെട്ടതുണ്ട്. അവിടെയൊക്കെയും ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൻ്റെ അച്ഛനാണെന്നോ അതിൻ്റെ പരമാധികാരിയാണെന്നോ പറയപ്പെടുന്നില്ല. ക്ഷേത്രേതര കാര്യങ്ങളിൽ തന്ത്രിക്കാണ് പ്രാധാന്യം. തന്ത്രിയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കേണ്ട ആൾ. എന്ന് വെച്ചാൽ വിഗ്രഹത്തിൻ്റെ അച്ഛൻ എന്നല്ല എൻ്റെ വൈപ്പ്. നമ്മുടെ ആൾക്കാരുടെ തെറ്റായൊരു ചിന്തയാണ്, ഞാനോ വേറൊരാളോ ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അയാളാണ് എൻ്റെ അച്ഛൻ. ഇത് തെറ്റ്, നിങ്ങൾ തിരുത്തുക. ഇവിടെ 33 ദേവന്മാരുണ്ട്. ഈ 33 ദേവന്മാരുടെയും പിതാക്കന്മാർ മനുഷ്യരല്ല. മനുഷ്യർ കാലപ്പഴക്കം കൊണ്ടോ ആ ക്ഷേത്രത്തിൻ്റെ നാശം കൊണ്ടോ പുതിയൊരു ക്ഷേത്രം വരുമ്പോഴോ അവിടെ വിധിപ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്ന താന്ത്രിക വിധി കൈകാര്യം ചെയ്യുന്ന ഒരാളായി മാറുന്നു. അപ്പോഴാണ് അയാൾ അവിടുത്തെ തന്ത്രിയാകുന്നത്. അല്ലാതെ വിഗ്രഹത്തിൻ്റെ അച്ഛൻ എന്നല്ല അതിൻ്റെ പദം. അങ്ങനെയുണ്ടെങ്കിൽ കൃത്യമായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസത്തെയും നവകലശത്തിൽ തന്ത്രി തന്നെ പങ്കെടുത്ത് ചെയ്യണം എന്ന് വ്യവസ്ഥയുണ്ട്. ഏകദേശം 200ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രം ഇന്ന് ഇവർക്കുണ്ട്, ഈ വിദ്വാൻമാർക്ക്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതൊരു നാണക്കേടാ എപ്പോഴും പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഉപമിച്ചു, ഈ തൊമ്മനും മക്കൾക്കും ഇതുപോലെ 200 ക്ഷേത്രത്തിൻ്റെ തന്ത്രമുണ്ട്. അതിൽ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ നവകലശത്തിന് കൃത്യമായി എല്ലാ ദിവസവും എത്തി കർമ്മം ചെയ്യേണ്ട ആളാണ് തന്ത്രി. ഈ വിദ്വാൻമാരിൽ ഒരാളെങ്കിലും ഇത് കൃത്യമായി ചെയ്യുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. ഇതൊന്നും ചെയ്യാതെ ശബരിമലയിൽ ധനത്തെ മാത്രം ലക്ഷ്യമിട്ട് കൃത്യമായി അവർക്ക് അവിടെ വസിക്കാനുള്ള സംഗതികളെല്ലാം ചെയ്ത് കക്കൂസും കുളിമുറിയും മറ്റെല്ലാ സുഖസൗകര്യത്തോടും കൂടി ഇവരവിടെ വസിക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കുക, അതായത് ഒരു ദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഇത്ര കോലിനപ്പുറം മാത്രമേ കക്കൂസോ കുളിമുറിയോ ശയനമോ പാടുള്ളൂ. ഈ ഒരു വ്യവസ്ഥയുണ്ട്. ശബരിമലയിൽ ഇതുപോലും പാലിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു മലഭാണ്ഡമാണ്. ഈ മലഭാണ്ഡം വെച്ചാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് ശുദ്ധിയും വൃത്തിയും പരിപാവനതയും ഉണ്ടാവണം. ഇതെന്ന് എത്ര പേർക്കറിയാം? ശ്രീകോവിലിൻ്റെ തൊട്ട് അടുത്താണ് തന്ത്രി, അതുപോലെ മേൽശാന്തി, മറ്റുള്ളവരൊക്കെ താമസിക്കുന്നതും കക്കൂസി പോകുന്നതും കുളിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ശരിക്കും തീർത്ഥസ്നാനമാണ് പറയുന്നത് തന്ത്രിമാർക്കും മേൽശാന്തിമാർക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, കുളിച്ച് ഈറനോടെ ആ ചിറയിൽ മുങ്ങി അല്ലെങ്കിൽ ആ പുഴയിൽ മുങ്ങി കുളിച്ച് ഗായത്രി മന്ത്രമൊക്കെ ജപിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന പൂജാരികളും തന്ത്രിമാരും ഉള്ള നാടാണ് നമ്മുടേത്. ഇതേതെങ്കിലും ഒന്ന് ഇവർ പരിപാലിക്കുന്നുണ്ടോ? അപ്പം ഒരു നിർവചനം മാത്രമാണ് ഈ പേര്, നാമകരണം. അതായത് ഒരു വിധിപ്രകാരമുള്ള കർമ്മം ചെയ്യുന്ന വ്യക്തി. അതിനപ്പുറം ഒന്നും എനിക്കോ വേറൊരാൾക്കോ ഇല്ല. ആദ്യം നമ്മളത് മനസ്സിലാക്കുക. ഞങ്ങളൊക്കെ വലിയ ജ്യോത്സ്യന്മാരോടൊപ്പം പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് മറ്റ് പല ജ്യോത്സ്യന്മാരും ഈ പറയുന്ന വിദ്വാൻമാരെയൊക്കെ കാല് തൊട്ട് തൊഴാൻ പോയി. ഞാൻ മാത്രം പോയില്ല. അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, വലിയ സംഭവമാണ്, അത് ചെയ്യണം, അല്ലെ മോശമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കൂടുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു,
ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും ഒരു മലഭാണ്ഡമാണ്. ഈ മലഭാണ്ഡത്തെ നമ്മൾ തൊട്ടു തൊഴാൻ പാടില്ല. എന്തുകൊണ്ടാണ് അത്? ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം ഈ ക്ഷേത്രത്തിലെ ന്യൂനത ശരിക്കും ചൂണ്ടിക്കാണിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ, ദൈവജ്ഞന്മാർ. ആ ദൈവജ്ഞൻ എപ്പോഴും തന്ത്രിയെക്കാട്ടി ഒരു പടി മുകളിലായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവജ്ഞൻ വേണം. താന്ത്രിക വിധിപ്രകാരമോ മാന്ത്രിക വിധിപ്രകാരമോ അവിടുത്തെ മേൽശാന്തിയോ അവിടുത്തെ തന്ത്രിയോ ചെയ്തിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ വിധി പോൽ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രവിധിപ്രകാരം, അല്ലാതെ കുറേ സംസ്കൃത ശ്ലോകങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ചിന്തിക്കുക, 90% ക്ഷേത്രങ്ങളിലും ഇന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ദേവപ്രശ്നം എന്ന് പറയുന്ന സംഗതി പോകുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഇപ്പോൾ പോകാൻ വലിയ മടിയാണ്. ഓരോ ക്ഷേത്രങ്ങളും നമ്മളങ്ങനെ പോവാറുമില്ല. വേറൊന്നുകൊണ്ടുമല്ല, അവരെ കീഴ്പ്പെട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ അടുത്ത ക്ഷേത്രത്തിലേക്ക് നമുക്ക് ക്ഷണം ഉണ്ടാവുമ്പോൾ ഇവർ തന്നെ പറയും, അയാൾ കൊള്ളില്ല, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിന് പോകാതിരുന്നാൽ പോരെ? നമ്മൾ ചിന്തിക്കുക. അപ്പം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ നവകലശത്തിന് നിത്യം പങ്കെടുക്കേണ്ട ഒരു തന്ത്രി എന്തിന് ശബരിമലയിൽ കയറി കൂടിയിരിക്കുന്നു? നിത്യവും ഈ മലമൂത്ര വിസർജനം അവിടെ നടക്കുന്നത് കൊണ്ട് ശബരിമലയുമായി ബന്ധമുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ ചോദിച്ചു നോക്കൂ. നിത്യം അവിടെ ഇതിനൊക്കെ പരിഹാരമായി കലശപൂജാദികൾ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അവിടെ വേണ്ടാത്ത കോടാലികളൊക്കെ ഉണ്ടാക്കുകയാണ്. അതുപോലെ 200ഓളം ക്ഷേത്രത്തിൻ്റെ തന്ത്രം ഇന്ന് ഈ വിദ്വാൻമാർക്കുണ്ട്. അങ്ങനെ ഈ 200 ക്ഷേത്രത്തിൽ പല പ്രാവശ്യം വിഗ്രഹങ്ങൾ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, കൊടിമര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഉദ്യോഗസ്ഥന്മാർ ഈ വിദ്വാന്റെ വീട്ടിൽ അന്വേഷണത്തിന് ചെന്നപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന വാജീവാഹനം മാത്രമേ അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഈ 199 ക്ഷേത്രങ്ങളിലും പുനഃപ്രതിഷ്ഠ നടത്തിയ വസ്തുക്കൾ എവിടെ? ആരെങ്കിലും ചിന്തിച്ചോ? അതുപോലെ ഈ ശബരിമലയിൽ ഇരുന്ന താഴികക്കുടത്തിൻ്റെ പവർ എന്തായിരുന്നു എന്ന് ഇവിടെ ലോക ജനതയ്ക്ക് മൊത്തവും അറിയാവുന്നതാണ്. 2005 ശേഷം പഴയ താഴികക്കുടങ്ങളൊക്കെയും മാറ്റപ്പെട്ടു. പകരം പുതിയ താഴികക്കുടങ്ങൾ അവിടെ വന്നു. ഇതൊക്കെ എവിടെ പോയി? നമ്മൾ ആരെങ്കിലും തിരക്കിയോ? അതിലും ഉപരി 1952 ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ പരശുരാമൻ ഈ ലോകത്തില്ല. തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ അനുജ്ഞപ്രകാരം അന്ന് പരശുരാമനായിട്ട് വന്നൊരു തഹസീൽദാരാണ് തന്ത്രസ്ഥാനം എഴുതി കൊടുത്തത്. അപ്പം അത് പരശുരാമനാണോ ഈ തഹസീൽദാർ? നമ്മൾ ചിന്തിക്കണ്ടേ? ഇവർ പറയുന്നു പരശുരാമൻ ഇവരെ കൈപിടിച്ച് അവിടെ കൊണ്ടുപോയാന്ന്. പരശുരാമൻ ഏത് യുഗത്തിലാണ് ജീവിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം ഈ 199 ക്ഷേത്രങ്ങളിലും ഇളക്കിയ ഓരോ വസ്തുക്കളും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിദേശങ്ങളിലൊക്കെ ഏതെങ്കിലും മ്യൂസിയങ്ങളിൽ വളരെ പവിത്രമായി അവർ സൂക്ഷിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾക്കിത് അറിയാമോ? നമുക്കാകെ അറിയാവുന്ന ഇപ്പം ശബരിമല ഇതൊരു വിവാദമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു ശബരിമല ഇങ്ങനെ സംഭവങ്ങളുണ്ട്. അല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്കറിയാവോ? 200ഓളം ക്ഷേത്രത്തിൻ്റെ തന്ത്രമുണ്ട്. 1972 ഇവിടെ കൊടിമരം നിർമ്മിക്കുന്നത്. അന്ന് ഈ കൊടിമരത്തിൻ്റെ എല്ലാ വസ്തുക്കളും തനി കട്ടി സ്വർണത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വാജീവാഹനം വിശേഷാൽ ഒരു കൂട്ടുവെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഇനി കാലപ്പഴക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് വെള്ളിയാണോ, തനി തങ്കമാണോ, സ്വർണമാണോ, മറ്റേതെങ്കിലും വസ്തുക്കളാണോ. അതുപോലെ ഈ താഴിക്കുടത്തിന് ചുറ്റാകെ പല സംഗതികളും ഉണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടു. ഇവിടെ കൊടിമരത്തിൻ്റെ കാര്യം മാത്രമേ എല്ലാവരും പറയുന്നത്. കൊടിമരത്തിൻ്റെ അന്ന് 1972 നിർമ്മിച്ചപ്പോൾ അതിന് നേരെ താഴെ ഇരിക്കുന്ന അഷ്ടദിക്പാലകരൊക്കെയും സ്വർണത്തിലായിരുന്നു. ഇതൊക്കെ എവിടെ നമ്മൾ ചോദിക്കുന്നുണ്ടോ? ശരിക്കും ഇതുപോലുള്ള നല്ല നല്ല ചോദ്യങ്ങൾ വന്നാൽ നല്ല നല്ല മറുപടികൾ ഉണ്ടാവും. നന്ദി, നമസ്കാരം.